2024-25 വർഷത്തെ എംപ്ലോയബിലിറ്റി എൻഹാൻസ്മെൻറ്റ് പ്രോഗ്രാം അനുസരിച്ച് എൻട്രൻസ് കോച്ചിങ്ങുകൾക്ക്, അതായത് മെഡിക്കൽ അല്ലെങ്കിൽ എഞ്ചിനീയറിങ്, ബാങ്കിങ് അതുപോലെയുള്ള ഈ എൻട്രൻസ് കോച്ചിങ്ങുകൾക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ ആ കോഴ്സുകൾക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ധനസഹായത്തിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണിത്. അതായത് പിന്നോക്ക സമുദായത്തിൽപ്പെട്ട OBC കാറ്റഗറിയിൽപ്പെട്ട കുട്ടികൾക്ക് കേന്ദ്ര സംസ്ഥാന സർവീസിലും അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ജോലി ലഭിക്കാനുള്ള യോഗ്യതാ പരീക്ഷകൾ. അതായത് ഏതൊക്കെ വരുമെന്ന് ചോദിച്ചാൽ ഇതിൽ മെഡിക്കൽ, എഞ്ചിനീയറിംഗ് എൻട്രൻസ്, സിവിൽ സർവീസിൻ്റെ എൻട്രൻസ്, ബാങ്കിങ് സർവീസ്, ഗേറ്റ്, മാറ്റ് പോലുള്ള എക്സാം, UGC നെറ്റ്, JRF തുടങ്ങി ഉള്ള പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക്, അതൊരു സ്ഥാപനത്തിൽ പോയി പഠിക്കുന്ന കുട്ടികൾക്കാണ് ഈ സ്കോളർഷിപ്പ് കിട്ടുക. അതിന് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് www.egrants.kerala.gov.in എന്നുള്ള സൈറ്റിലാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ 15-ാം തീയതിയാണ്. ഇനി മെഡിക്കൽ, എഞ്ചിനീയറിംഗ് എൻട്രൻസ് അല്ലെങ്കിൽ സിവിൽ സർവീസ്, ബാങ്കിങ് സർവീസ്, നേരത്തെ പറഞ്ഞ പോലെ UGC നെറ്റ്, ഗേറ്റ് പോലുള്ള എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ, അപ്പോൾ അവർ പഠിക്കുന്ന സ്ഥാപനങ്ങൾ എംപാനൽ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ എംപാനൽ ചെയ്യപ്പെട്ട ലിസ്റ്റിലുള്ള സ്ഥാപനങ്ങൾക്ക് മാത്രമേ, അല്ലെങ്കിൽ അതിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമാണ് അപേക്ഷിക്കാൻ സാധിക്കുക. അപ്പോൾ സ്ഥാപനങ്ങളുടെ പട്ടിക ആ നോട്ടിഫിക്കേഷനിലുണ്ട്. ഇനി അപേക്ഷിക്കുന്നവർക്കുള്ള കോമൺ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് നോക്കുക. കേരളീയരായിരിക്കണമെന്ന് നിർബന്ധമാണ്. ഇനി അപേക്ഷകൻ അല്ലെങ്കിൽ അപേക്ഷക പിന്നോക്ക സമുദായ പട്ടികയിൽ OBC, OEC, OBCH അല്ലെങ്കിൽ SCBC കാറ്റഗറിയിൽപ്പെട്ടവരായിരിക്കണം. കുടുംബ വാർഷിക പരിധി ഞാൻ ഈ പറയുന്നത് പോലെ ആയിരിക്കണം. അപ്പോൾ ഈ ലിസ്റ്റിൽ നോക്കുക. മെഡിക്കൽ, എഞ്ചിനീയറിംഗ് എൻട്രൻസ് അല്ലെങ്കിൽ ബാങ്കിങ് സർവീസിനാണെങ്കിൽ ആനുവൽ ഇൻകം 2 ലക്ഷം ആയിരിക്കണം മാക്സിമം. സിവിൽ സർവീസ് 4.5 ലക്ഷം വരെ പോവാം. ഗേറ്റ്, UGC നെറ്റ് പോലുള്ളതിന് 2.5 ലക്ഷം വരെയും പോവാം. അതിൽ ഈ ഓൺലൈൻ കോച്ചിങ് അല്ലെങ്കിൽ സൺഡേ കോച്ചിങ്, ഹോളിഡേ കോച്ചിങ്, ഈവനിങ് ബാച്ച്, ഷോർട്ട് ടേം ബാച്ച് ഇതൊന്നും പറ്റില്ല. അതായത് 6 മാസത്തിൽ കുറഞ്ഞ കോഴ്സ് ദൈർഘ്യമുള്ള ഒരാളും അപേക്ഷിക്കേണ്ടതില്ല. ഒരു ഫുൾ ടൈം ആണെങ്കിൽ മാത്രം അപേക്ഷിച്ചാൽ മതിയാവും. അതായത് കുറച്ചുകൂടി ക്ലിയറായി പറഞ്ഞിട്ടുണ്ട്, ആഴ്ചയിൽ കുറഞ്ഞത് 3 ദിവസമെങ്കിലും പരിശീലനം നടത്തുന്നവർ മാത്രം അപേക്ഷിച്ചാൽ മതി. ഇനി മുൻ വർഷങ്ങളിൽ അപേക്ഷ കൊടുക്കുകയും ആനുകൂല്യം കിട്ടാതിരിക്കുകയും ചെയ്ത കുട്ടികൾക്ക് മറ്റു മാനദണ്ഡങ്ങൾ പ്രകാരം അർഹതയുണ്ടെങ്കിൽ, അതായത് അവർ ആ കാറ്റഗറിയിലൊക്കെ വരുന്നതാണെങ്കിൽ അവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനി ഇതിൽ കിട്ടുന്ന ട്യൂഷൻ അല്ലെങ്കിൽ ഇതിൽ കിട്ടുന്ന ആനുകൂല്യം എത്രയാണെന്ന് കൂടി പറയുന്നുണ്ട്. മെഡിക്കൽ, എഞ്ചിനീയറിംഗ് എൻട്രൻസിന് പരമാവധി 20,000 രൂപ ട്യൂഷൻ ഫീ. ഇനി മെയിൻ്റനൻസ് അലവൻസ് എല്ലാവർക്കും 10,000 ആണ്. സിവിൽ സർവീസിന് 15,000 ആണ്. ബാങ്കിങ് സർവീസിന് 10,000 ആണ്. ഗേറ്റിനൊക്കെ 15,000 ആണ്. അതായത് ആകെ തുക എത്രയാണ്? ആകെ തുക 30,000 രൂപയാണ് മെഡിക്കലിന്. അതേപോലെ സിവിൽ സർവീസിനാണെങ്കിൽ 25,000 രൂപയാണ്. ബാങ്കിങ് സർവീസിനാണെങ്കിൽ 20,000 രൂപയാണ്. ഗേറ്റ്, നെറ്റ് പോലുള്ളതിനാണെങ്കിൽ 25,000 ആണ്. ഇതാണ് പരമാവധി കിട്ടുന്ന തുക. അതുപോലെ അപേക്ഷിക്കുന്ന എല്ലാവർക്കും ഇത് കിട്ടണമെന്നില്ല. അപേക്ഷിക്കുന്നവരുടെ എണ്ണവും ലഭ്യമായ ഫണ്ടും ഒക്കെ വെച്ചിട്ടാണ് എണ്ണം തീരുമാനിക്കുക. അപ്പോൾ അതിന് ആ ക്രൈറ്റീരിയ എന്താണ് കൺസിഡർ ചെയ്യുക എന്ന് ചോദിച്ചാൽ യോഗ്യതാ പരീക്ഷ, ഇപ്പോൾ ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ ഡിഗ്രി ഏതാണോ യോഗ്യത പറഞ്ഞിരിക്കുന്നത് ആ യോഗ്യത പരീക്ഷയിലെ മാർക്ക് തുല്യമായാൽ വാർഷിക വരുമാനവുമാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങളും നോക്കിയിട്ടാണ് ആരാണ് ഇതിനകത്ത് എലിജിബിൾ എന്ന് തീരുമാനിക്കപ്പെടുക. ഇനി ഈ അല്ലെങ്കിൽ ഈ സ്കീം പ്രകാരം നിങ്ങൾക്കൊരു സ്കോളർഷിപ്പ് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ 90% തുകയെ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടും. 10% തുക റിസൾട്ട് പ്രഖ്യാപിച്ച് നിങ്ങളുടെ റിസൾട്ട്, അത് ഹാൾ ടിക്കറ്റ് അല്ലെങ്കിൽ റിസൾട്ട് ഈ ഗ്രാൻസ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുന്ന മുറയ്ക്ക് മാത്രം. അതിപ്പോൾ റിസൾട്ട് എന്തായാലും പ്രശ്നമില്ല. നിങ്ങൾക്ക് റിസൾട്ട് എന്തായാലും നിങ്ങളുടെ റിസൾട്ട് എക്സാം എഴുതി അതിൻ്റെ എക്സാമിൻ്റെ ഹാൾ ടിക്കറ്റോ അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ടോ അപ്ലോഡ് ചെയ്താൽ മാത്രമാണ് ബാക്കി 10% തുക നിങ്ങൾക്ക് കിട്ടുക. ഇനി വിധവകളുടെ മക്കൾ, മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവർ, മാരക രോഗം ബാധിച്ച മാതാപിതാക്കളുടെ മക്കൾ, ഭിന്നശേഷിക്കാർ, ഇവർക്കൊക്കെ ടോട്ടൽ ഗുണഭോക്താക്കളുടെ 10% കുറയാത്ത ഇളവ് എന്ന് പറഞ്ഞാൽ 10% അവരായിരിക്കും. അല്ലെങ്കിൽ ആ ടോട്ടൽ കാൻഡിഡേറ്റുകളിൽ 10% ഈ സ്പെഷ്യൽ കൺസിഡറേഷൻ ഉള്ളവരായിട്ട് പരിഗണിക്കും. ഇനി അങ്ങനെ പ്രത്യേക പരിഗണനയ്ക്ക് നിങ്ങൾക്ക് അർഹതയുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഏതെങ്കിലും കാറ്റഗറിയിൽ വരുന്നവരാണെങ്കിൽ അപേക്ഷ കൊടുക്കുമ്പോൾ തന്നെ ഓപ്റ്റ് യെസ്, അതായത് സ്പെഷ്യൽ റിസർവേഷൻ ഉള്ള കുട്ടിയാണോ എന്നുള്ള ചോദ്യത്തിന് എസ് എന്ന് ഒപ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഇത് കഴിഞ്ഞിട്ട് പിന്നീട് അത് ഒപ്റ്റിൽ നോ കൊടുത്തിട്ട് പിന്നീട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങനെ കൺസിഡറേഷൻ ഉള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾ അവിടെ എസ് എന്ന് ഒപ്റ്റ് ചെയ്യണം. അതുപോലെ അപേക്ഷിക്കുന്നവരുടെ സ്വന്തം ഇമെയിലും മൊബൈൽ നമ്പരും കൃത്യമായിട്ട് കാണിക്കുകയും വേണം. അതുപോലെ തന്നെ റവന്യൂ അധികാരികളിൽ നിന്ന് ഈ ഡിസ്ട്രിക്റ്റ് മുഖേന വാങ്ങുന്ന വരുമാന സർട്ടിഫിക്കറ്റിൻ്റെ നമ്പർ ഉണ്ടാവണം. സെക്യൂരിറ്റി കോഡ്, ഓൺലൈൻ അപേക്ഷയിലൊക്കെ ഇതൊക്കെ ഉൾപ്പെടുത്തണം. അതായത് വരുമാന സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം.
ഇനി വാർഷിക വരുമാനം ഒരു ഫാക്ടറാണ്, അതായത് യോഗ്യതാ പരീക്ഷയിലെ മാർക്കും വാർഷിക വരുമാനവും വെച്ചിട്ടാണ് അപേക്ഷിക്കുന്നത് അല്ലെങ്കിൽ അത് രണ്ടുമാണ് ക്രൈറ്റീരിയ എന്നുള്ളത് കൊണ്ട് നിർബന്ധമായിട്ട് നിങ്ങൾ മാർക്കും അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്, വരുമാന സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. ഒരാൾക്ക് ഒരു വർഷം ഒരു കോഴ്സിന് മാത്രമേ ആനുകൂല്യം അനുവദിക്കൂ. ഒരു തവണ ആനുകൂല്യം ലഭിച്ചവർ പിന്നെ അപേക്ഷിക്കേണ്ടതില്ല. അതുപോലെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ്, കേരള സംസ്ഥാന പരിവർത്തിത ക്രൈസ്തവ ശുപാർശിത വിഭാഗത്തിൻ്റെ ആനുകൂല്യം കിട്ടിയവർ, അല്ലെങ്കിൽ മറ്റ് സർക്കാർ ആനുകൂല്യം കിട്ടിയവർ, ഏജൻസിയിൽ നിന്നുള്ള ആനുകൂല്യം കിട്ടിയവർ, ഇവരാരും ഇതിന് അപേക്ഷിക്കേണ്ടതില്ല. ഇനി ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്തുമ്പോൾ നിർബന്ധമായിട്ടും അപേക്ഷകൻ്റെ പേരിലുള്ള ലൈവായ ഒരു അക്കൗണ്ട് കൊടുക്കണം. അത് കുട്ടിയുടെ തന്നെയാണ്. രക്ഷിതാവിൻ്റെയോ മറ്റുള്ളവരുടെയോ പേരിലുള്ള അക്കൗണ്ട് യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല. ആ കൊടുത്തിരിക്കുന്ന അക്കൗണ്ട് ലൈവാണ്, ആക്റ്റീവാണ് എന്ന് ഉറപ്പ് വരുത്തുകയും വേണം. ഇനി ഓരോ മത്സര പരീക്ഷയ്ക്കുമുള്ള അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യതയും പ്രായപരിധിയും ഇതിന് ബാധകമായിരിക്കും. അത് നോക്കിയിട്ട് ആരാണ് എലിജിബിൾ എന്ന് തീരുമാനിക്കപ്പെടൂ. ഇനി ഇത് എലിജിബിൾ കാൻഡിഡേറ്റ്സിനെ തിരഞ്ഞെടുക്കാനുള്ള ഒരു മാനദണ്ഡം വരുമാനമാണ്. അതുകൊണ്ട് വരുമാന സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം പറഞ്ഞു. അതുപോലെ രണ്ടാമത്തേത് യോഗ്യത പരീക്ഷയിലെ മാർക്കാണ്. അതുകൊണ്ട് നിങ്ങളുടെ മാർക്ക് പെർസെൻറ്റേജ് തെളിയിക്കുന്ന മാർക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്യണം. പാസ് സർട്ടിഫിക്കറ്റ് അല്ല, കോഴ്സ് സർട്ടിഫിക്കറ്റ് അല്ല, മാർക്ക് ലിസ്റ്റ് തന്നെ അപ്ലോഡ് ചെയ്യണം. മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ ആ കുട്ടിയെ പരിഗണിക്കുന്നതല്ല. ഇനി മാർക്കിന് പകരം CGPA അല്ലെങ്കിൽ ഗ്രേഡ് ആണെങ്കിൽ ആ ഗ്രേഡ് ഒരു പർട്ടിക്കുലർ ഗ്രേഡ് അല്ലെങ്കിൽ CGPA സ്കോർ എത്ര മാർക്കിന് ഈക്വൽ ആണെന്ന് തെളിയിക്കുന്ന ഒരു പേജ് ഉണ്ടാകും. ആ പേജ് കൂടി സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. ഗ്രേഡാണ്, CGPA ആണെങ്കിൽ ആ ഒരു ഗ്രേഡ് അല്ലെങ്കിൽ സ്കോർ ഏത് മാർക്കിന് തുല്യമാണെന്ന് കാണിക്കുന്ന ഒരു എക്സ്പ്ലനേറ്ററി പേജ് ഉണ്ടാവും. അതുകൂടി അപ്ലോഡ് ചെയ്യണം. ഇനി നേരെ മാർക്ക് കൊടുക്കുന്നവർ മാർക്ക് ലിസ്റ്റ് തന്നെ കൊടുത്താൽ മതിയാവും. അതേപോലെ ജാതി തെളിയിക്കുന്ന രേഖ, അതായത് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ SSLC ബുക്കിൻ്റെ ഫ്രണ്ട് പേജ് അല്ലെങ്കിൽ അതിനുള്ള സാക്ഷ്യപത്രം തുല്യമായിട്ടുള്ള ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. അതുപോലെ വരുമാന സർട്ടിഫിക്കറ്റ്, പിന്നെ ഓൺലൈനിൽ രേഖപ്പെടുത്തിയ മാർക്ക് ശതമാനം, അതായത് നിങ്ങൾ എൻ്റർ ചെയ്യുന്ന മാർക്കുകൾ പ്രൂവ് ചെയ്യുന്ന മാർക്ക് ലിസ്റ്റ്, പാസ്ബുക്കിൻ്റെ ആദ്യ പേജിൻ്റെ പകർപ്പ്, ആധാർ കോപ്പി. ഇനി അതേപോലെ വിധവകളുടെ മക്കളോ അങ്ങനെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട അങ്ങനെ സ്പെഷ്യൽ കൺസിഡറേഷനിൽ വരുന്ന കുട്ടികളാണെങ്കിൽ അത് സംബന്ധിച്ചുള്ള സാക്ഷ്യപത്രവും ഒക്കെ ഇതെല്ലാം ഈ ഗ്രാൻസിൽ അപ്ലോഡ് ചെയ്യണം. എന്തൊക്കെയാണ്? നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, ജാതി തെളിയിക്കാൻ. അതുപോലെ വരുമാന സർട്ടിഫിക്കറ്റ്, നോൺ ക്രിമിനൽ തന്നെ വേണമെന്നില്ല, SSLC ബുക്ക് ആയാലും മതി. വരുമാന സർട്ടിഫിക്കറ്റ്, മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പി, ബാങ്ക് പാസ്ബുക്കിൻ്റെ ഫ്രണ്ട് പേജ്, ആധാർ, ഇതൊക്കെ. അതുപോലെ സ്പെഷ്യൽ കൺസിഡറേഷൻ ഉള്ളവരാണെങ്കിൽ അതിൻ്റെ സാക്ഷ്യപത്രം. ഇത്രയും സാധനം അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അതിൽ മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിൻ്റെ കോച്ചിങ്ങിന് പോകുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് 17 വയസ്സ് പൂർത്തിയായിരിക്കണം. നിലവിൽ ഹയർ സെക്കൻഡറി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ അപേക്ഷിക്കേണ്ടതില്ല. കഴിഞ്ഞ 3 വർഷം 2021-22 22-23 23-24 ഹയർ സെക്കൻഡറി പരീക്ഷയിൽ 95% അതിലധികവോ മാർക്കോടെ വിജയിച്ചവരാണ് അപേക്ഷിക്കേണ്ടത്. ഇനി നേരത്തെ പറഞ്ഞ പോലെ പ്രത്യേക പരിഗണനാ വിഭാഗം ഉണ്ടല്ലോ, വിധവകളുടെ മക്കൾ അല്ലെങ്കിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവർ, ആ കാറ്റഗറിക്കൊക്കെ 80% മതിയാവും. ഇനി അങ്ങനെ മെഡിക്കൽ എഞ്ചിനീയറിംഗിനുള്ള കുട്ടികൾ +2 പരീക്ഷയുടെ മാർക്ക് ലിസ്റ്റാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. എന്നാൽ സിവിൽ സർവീസിൻ്റേതാണെങ്കിൽ അവരപേക്ഷിക്കേണ്ടത് ബിരുദ കോഴ്സ്, ഡിഗ്രി കോഴ്സിൻ്റേതാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അതുപോലെ ബാങ്കിങ് സർവീസ്, UGC അവരും ബിരുദ കോഴ്സ് അല്ലെങ്കിൽ ബിരുദാനന്തര കോഴ്സിൻ്റേതാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ഇനി സ്ഥാപനങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതായത് കുട്ടികളുടെ അപേക്ഷ റിസീവ് ചെയ്യുന്ന മുറയ്ക്ക് ഫസ്റ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞ് ഗ്രാൻസിൻ്റെ ലോഗിനിൽ ലഭ്യമാവും. അപ്പോൾ സ്ഥാപനങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഗ്രാൻസിൻ്റെ യൂസർ ID-യും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് പരിശോധന നടത്തി 30/9 3 ഓപ്ഷൻസ് ഉണ്ട്. അവർക്ക് ഫോർവേഡ് ചെയ്യാം, റിജക്റ്റ് ചെയ്യാം, റിവോട്ട് ചെയ്യാം. ഇതിലേതെങ്കിലും ഒന്ന് ചെയ്തിരിക്കണമെന്ന് നിർബന്ധമുണ്ട്. ഇനി അതെങ്ങനെയൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപേക്ഷയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങൾ സ്ഥാപനവുമായി ബന്ധപ്പെട്ട പൂർണ്ണമായും ശരിയാണെന്ന് ഉറപ്പാക്കണം. അങ്ങനെയുള്ളത് ഫോർവേഡ് ചെയ്യാം. അതായത് വെരിഫിക്കേഷൻ സ്ഥാപനത്തിൻ്റെ ഭാഗത്തുനിന്ന് കഴിഞ്ഞു, പിന്നെ ബാക്കി ഏജൻസിയുടെ ഭാഗത്തുനിന്ന്, അതായത് കൗൺസിലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കോളും. ഇനി എന്തെങ്കിലും ന്യൂനത ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് വീണ്ടും സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി റിവേർട്ട് ചെയ്യാം. അത് കുട്ടിയിലേക്ക് തിരിച്ചു പോവുകയും കുട്ടിക്ക് അതിൻ്റെ ഇൻറ്റിമേഷൻ പോവുകയും കുട്ടി അറിയിക്കുകയുമാണ് ചെയ്യേണ്ടത്. അപ്പോൾ കുട്ടി അത് എന്താണ് തെറ്റുള്ളത് അത് മാറ്റി കൊടുക്കണം. ഇനി നിലവിൽ സ്ഥാപനത്തിൽ പരിശീലനം നടത്താത്തവരോ മറ്റോ ആണ്, അല്ലെങ്കിൽ സൺഡേ ബാച്ചിലോ ഹോളിഡേ ബാച്ചിലോ 6 മാസത്തിൽ കുറഞ്ഞ കാലയളവിലുള്ള കോഴ്സിലോ ഒക്കെ ആണെങ്കിൽ, ഓൺലൈനും ഒക്കെ ആണെങ്കിൽ അവരുടേത് റിജക്റ്റ് ചെയ്യുകയും വേണം. അപ്പോൾ സ്ഥാപനം ഒന്നുകിൽ ഫോർവേഡ് ചെയ്യണം, അല്ലെങ്കിൽ റിവേർട്ട് ചെയ്യണം, അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യണം. അതുപോലെ കോഴ്സ് ഫീ ഒടുക്കി അത് എത്ര ഫീ അടച്ചിട്ടുണ്ട്, അതിൻ്റെ കാലയളവ് എത്രയാണ്, ഹാജർ, കോഴ്സിൻ്റെ തരം, ഇങ്ങനെയുള്ള സെപ്പറേറ്റ് കോളം ഉണ്ട്. ഇതൊക്കെ ഫില്ല് ചെയ്യേണ്ടതുണ്ട്. അതനുസരിച്ചാണ് ഗ്രാൻഡ് അനുവദിക്കുക. ഇനി ഇതിലേതെങ്കിലും ഒരു കാര്യങ്ങളിൽ സ്ഥാപനം വീഴ്ച വരുത്തിയ സ്ഥാപനത്തിനെ എംപാനൽ ചെയ്ത് ആ ലിസ്റ്റിൽ നിന്ന് സ്ഥാപനത്തെയും പുറത്താക്കുന്നതാണ്. അപ്പോൾ അപേക്ഷിക്കുന്ന കുട്ടി സ്ഥാപനത്തെ ഒന്ന് ഇൻറ്റിമേറ്റ് ചെയ്തേക്കുക, ഇങ്ങനെ അപേക്ഷിച്ചിട്ടുണ്ട് എന്ന് അറിയിച്ചേക്കുക.
ഈ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ബാക്കിയുണ്ടെങ്കിൽ ഇതിൻ്റെ എൻഡിൽ നമ്പറുണ്ട്, അതിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതിയാവും. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.